നാഗങ്ങൾ സ്നേഹിച്ചാൽ ഐശ്വര്യമാണ്, പക്ഷേ കോപിച്ചാൽ അത് വിനാശവുമാണ്. മൃത്യോടെ അല്ലാതെ ആ ശാപം വിട്ടുപോകില്ല. അതുകൊണ്ട് എന്ത് അത്യാവശ്യമെന്ന് പറഞ്ഞാലും മോൾ ഇവിടെ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷ മരണമായിരിക്കും. പിന്നെ മൊത്തത്തില് അമ്പലവും ആളും ബഹളായതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നത്. നല്ലൊരു കാര്യത്തിന് വന്നിട്ട് നീ ഇങ്ങനെ ഒരു വർത്താനം പറയരുത് മോളെ. എന്തായാലും നവീൻ എത്തിയിട്ടില്ലല്ലോ. നാളെയല്ലേ പൂജ. അതിനു മുമ്പ് ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിരിക്കും. നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഇതിന് ഇനി പരിഹാരം ഒന്നേ ഉള്ളൂ. നവീൻ ഈ പരിസരത്തെത്തുമ്പോ അവൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനു മുന്നേ അവൾ ഇവിടുന്ന് പറഞ്ഞു വിടണം. എന്താ അതിന് മമ്മിക്ക് സാധിക്കോ? എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. കൃഷ്ണ എങ്ങനെ എവിടെ എത്തിയെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. നീയും നവീനും ചേർന്ന് ചെയ്യേണ്ട ഈ പൂജകൾ മുടങ്ങാതെ നോക്കേണ്ട എന്റെ കൂടെ ആവശ്യം മോളെ. അതിനു വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. നീ ഇപ്പൊ സമാധാനമായിട്ട് ചെല്ല്. ആയിക്കോട്ടെ. പക്ഷെ നാളെ നേരം പുലരുമ്പോ അവൾ ഈ പരിസരത്ത് കണ്ട അമ്പലവും പൂജയ്ക്ക് ഞാനങ്ങ് മറക്കും. പിന്നെ മമ്മിക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടേ ഒരു കാര്യമില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. എങ്കിലും കൃഷ്ണ എങ്ങനെ ഇവിടെ എത്തി? അതാ സിനി എനിക്ക് മനസ്സിലാവാത്തത്. ഗാഥ മാഡം കടുത്തെന്തെങ്കിലും പറഞ്ഞാലും ചെയ്താലും അത് വലിയ പ്രശ്നമാവും. എന്തായാലും കൃഷ്ണയോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ സംശയം ശരിയാ. ഞാനവളും ഇരട്ട സഹോദരിമാരാ. വിധിയുടെ വിളയാട്ടം കൊണ്ട് കുഞ്ഞിലെ ഞങ്ങള് രണ്ടുപേരും രണ്ട് വഴിക്കായിപ്പോയി. ഞങ്ങൾ മോളോട് വെറുതെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. മോൾക്ക് വിഷമമായെങ്കിൽ ക്ഷമിക്കണം. വിഷമൊന്നുമില്ല തിരുമേനി. എന്നാ പിന്നെ മോളുടെ ജോലി നടക്കട്ടെ. മാഷേ, നീ എങ്ങനെ എവിടെ എത്തിയത്? അത് മേഡം, ഇവിടുത്തെ ക്ഷേത്രത്തിലെ ആളുകൾ വന്ന് കളം വരയ്ക്കാനും ഇവിടുത്തെ പൂജകൾക്കും വേണ്ടി എന്നെ വിളിച്ചതാ. ഗാദി ഇങ്ങോട്ടേക്ക് വരും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തേലും പറഞ്ഞ് ഒഴിവായനെ. സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ല മേഡം. മനഃപൂർവ്വമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മേഡത്തിന് തോന്നുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. അവളും കൂടെ നിന്നെ മനസ്സിലാക്കണ്ടേ? അവളുടെ ജീവിതം തകർക്കാനായിട്ടും ഈ പൂജ മുടക്കാനും ഒക്കെ ആയിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതെന്നാണ് ഗാഥ പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞ നീ കേക്കൂ. നീ ഇവിടുന്ന് പോണം. ഇനി നീ കാരണം പൂജ മുടങ്ങിയ ഒരു സ്വസ്ഥതയും തരില്ല ഗാഥ എനിക്ക്. നാളെ രാവിലെ നവീൻ എത്തും. അയാളൂടെ വന്നു കഴിഞ്ഞാ ഗാഥ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. നിനക്ക് വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ സിറ്റുവേഷൻ കൂടി ഒന്ന് മനസ്സിലാക്കുമോളെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മേഡം. ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും ഗാഥയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തിടത്തോളം ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് എന്റെ മനസ്സും പറയുന്നുണ്ട്. ഞാൻ കൂടെ എല്ലാത്തിനും കാരണക്കാരിയായതുകൊണ്ട് കേട്ടു നിൽക്കാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. നീ ഇവിടെ നിൽക്കും തോറും അവൾ നിന്നെ കുറ്റപ്പെടുത്തുകയും പഴിപറയുകയൊക്കെ ചെയ്യും. പിന്നെ അത് നിനക്ക് സങ്കടാവും. എന്തിനാ മനഃപൂർവ്വമായിട്ട് അതൊക്കെ ഉണ്ടാക്കുന്നത്? എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി മാഡം. എന്തൊക്കെ നല്ലത് ചെയ്തു എന്ന് പറഞ്ഞാലും അവസാനം എല്ലാം വന്ന് വീഴുന്നത് എന്റെ ഈ തലയിലാ. ഞാൻ കാരണം ഗാഥ വിഷമിക്കണ്ട. ഞാനിവിടുന്ന് പോയിക്കോളാം. മാഡം വരൂ. തിരുമേനിയെ കണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. വരൂ. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാൻ തിരുമേനി. തിരുമേനി, എന്താ മോളെ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്കൊന്നും പോണായിരുന്നു.
അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ. ഞാൻ പൊക്കോട്ടെ തിരുമേനി. അത് മോളെ, പൂജ തുടങ്ങി വെച്ച ആൾ തന്നെ അത് തീർക്കണമെന്നാ. ഇല്ലെങ്കിൽ സർപ്പശാപം ഉണ്ടാവും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സർപ്പക്കളം വരയ്ക്കാൻ ഒരാൾ വന്നു. കളം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അയാൾ ഇതുപോലെ എന്തോ അത്യാവശ്യം പറഞ്ഞ് നാട്ടിലേക്ക് പോയി. അയാൾ പോകുന്ന സമയം ഇവിടത്തെ പൂജ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലായിരുന്നു. മന്ത്രങ്ങൾ ഉരുവിട്ട് നാഗത്തെ ആവാഹിച്ച സമയം. അയാൾ കാടിന്റെ അതിർത്തി കടന്നില്ല. വഴിമധ്യേ ഇരുട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മഹാസർപ്പം അയാളെ തടഞ്ഞു. നാഗശാപം ഒരു നിഴൽ പോലെ അയാളെ പിന്തുടർന്നിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോ കണ്ടത് നീലിച്ച ശരീരവുമായി പാതയോരത്ത് കിടക്കുന്ന അയാളെയാണ്. സർപ്പത്തിന്റെ നെറ്റിവിരിഞ്ഞ അടയാളം അയാളുടെ നെഞ്ചിലുണ്ടായിരുന്നു. ശാപം അതിന്റെ കടമ നിർവഹിച്ചു കഴിഞ്ഞിരുന്നു. മോളെ, നാഗങ്ങൾ സ്നേഹിച്ചാൽ ഐശ്വര്യമാണ്, പക്ഷേ കോപിച്ചാൽ അത് വിനാശവുമാണ്. മൃത്യോടെ അല്ലാതെ ആ ശാപം വിട്ടുപോകില്ല. അതുകൊണ്ട് എന്ത് അത്യാവശ്യമെന്ന് പറഞ്ഞാലും മോൾ ഇവിടെ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷ മരണമായിരിക്കും. ഇനി മേഡം പറ, ഞാൻ എന്താ വേണ്ടേ? ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാ ഞാൻ നിന്നോട് പോവാൻ പറയുന്നത്? നീ തുടങ്ങി വെച്ച പൂജ നീ തന്നെ തീർക്ക. ഗാഥയുടെ വാശിയിലും എന്റെ നിർബന്ധത്തിലും നീ ഇവിടുത്തെ പൂജ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയി നിനക്കെന്തെങ്കിലും സംഭവിച്ചാ? ഗാഥയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മേഡം, അത് മാത്രമല്ല പ്രശ്നം. നാളെ രാവിലെ നവീൻ എത്തിക്കഴിഞ്ഞാ പിന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങള് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഗാഥ എന്തേലും പ്രശ്നം ഉണ്ടാക്കും, ഈ പൂജ മുടങ്ങും. അപ്പോഴും തിരുമേനി നേരത്തെ പറഞ്ഞ ഈ ശാപം നമുക്കുണ്ടാവും. ശാപം എല്ലാവരും പിന്തുടരുന്നേക്കാൾ നല്ലത് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതല്ലേ. അതുകൊണ്ട് പൂജ പകുതിക്ക് വെച്ച് നിർത്തി പോകാൻ തന്നെയാ എന്റെ തീരുമാനം. വേണ്ട, നീ എങ്ങോട്ടും പോണ്ട. ചിലപ്പോ നമ്മൾ കരുതുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നാഗങ്ങൾക്ക് പ്രിയപ്പെട്ടവളല്ലേ നീ. അപ്പോ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഈശ്വരൻ നോക്കിക്കോളൂ.